ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്ത പീസും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ ചേർക്കുന്നത് ഉലുവയാണ്. ഒരു 1/4 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ്, 1/4 ടീസ്പൂണിൻ്റെ ഒരു പകുതി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഈ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 20 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ്. അരച്ചതല്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 30-40 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. സവോളയുടെ കൂടെ തന്നെ ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ചെറിയ തീയിലിട്ടിട്ട് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്ന ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇത് നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളർ മാറി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള ഒന്ന് സൈഡിലേക്ക്, പാത്രത്തിന്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് എണ്ണ നടുവിലേക്ക് വരുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നമ്മുടെ എണ്ണയൊക്കെ പാത്രത്തിന്റെ നടുവിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടെ തന്നെ ഞാനൊരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെരിഞ്ജീരക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉലുവ പൊട്ടിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ മുഴുവൻ പെരിഞ്ജീരകം ചേർത്താലും മതി. ഇപ്പൊ ഞാനിവിടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തീ ഒന്നും കൂടെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ പൊടികൾ മാത്രം നന്നായിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടാണ് വീണ്ടും വഴറ്റി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ എണ്ണയിൽ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇപ്പം ഇത് നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 5 മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ചിക്കനിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഇത് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു ചിക്കൻ മുളകിട്ട കറി പോലെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മല്ലിപ്പൊടി അധികം നമ്മൾ ചേർത്തിട്ടില്ല. മെയിനായിട്ട് നമുക്ക് മുളക് പൊടിയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിക്കൻ കറി തന്നെയാണ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.